ആദർശപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി കടന്നിരിക്കുക. ആദരപൂർവ്വം അബ്ദുസലാം ഫൈസി ഒളവട്ടൂരിന് ഇസ്ലാമേതര പ്രത്യയശാസ്ത്രങ്ങൾ ചരിത്രവും വർത്തമാനവും എന്ന വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. فإن حاجوك فقل أسلمت وجهي لله ومن اتبعني وقل للذين أوتوا الكتاب والأميين أسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد. صدق الله العلي العظيم. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, ദാർഹുദയുടെ തിരുമുറ്റത്ത് ഒരു മഹത്തായ സെഷനിൽ ഏതാനും വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ മുന്നോടിയായി ആമുഖമെന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഒരു വിഷയാവതരണത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല, നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമുകളിലൂടെയും അതുപോലുള്ള സംവിധാനങ്ങളിലൂടെയും പുറത്തും ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മഹത്തായ പരിപാടി ഇസ്ലാമേതര പ്രത്യയശാസ്ത്രങ്ങളുടെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയം ഇസ്ലാമേതര പ്രത്യയശാസ്ത്രങ്ങളുടെ പേര് പറയാൻ തന്നെ അനുവദിക്കപ്പെട്ട സമയങ്ങൾ മതിയാവില്ല എന്ന ബോധം കൊണ്ട് ഈ വിഷയത്തിന്റെ വിഷയവൃത്തത്തിന്റെ വിഷമഗർത്തത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന ചിന്ത ഇത്ര വലിയൊരു വിഷയത്തെ സമയബന്ധിതമായി അവതരിപ്പിക്കുന്നതിന്റെ പ്രയാസം ഉൾക്കൊള്ളുമ്പോഴാണ് സമയം പിന്നെയും കുറച്ചു തന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിഷയത്തോട് നീതി പുലർത്താൻ ആവശ്യമായ കുറിപ്പുകളോ അടിക്കുറിപ്പുകളോ ഒന്നും ശ്രദ്ധിക്കാതെ ഈ വിഷയമുണർത്തുന്ന ചില ചിന്തകളിലൂടെ കടന്നു പോവുകയാണ്. ഭൂമുഖത്ത് കാലാനുസൃതമായും കാലഗണനയനുസരിച്ചുമൊക്കെ കടന്നു വന്ന പ്രത്യയശാസ്ത്രങ്ങൾ അവയൊക്കെ ഒന്ന് തൊട്ടു തലോടിയോ തലോടാതെയോ ഒക്കെ കടന്നു പോകണമെങ്കിൽ തന്നെ ഈ സമയത്തിന്റെ പരിമിതി അനുവദിക്കില്ല എന്നതുകൊണ്ടാണ് പൊതുവായ ചില കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഒരു വിഷയബന്ധിതമല്ലാത്ത ഒരു സാഗരത്തിലെ ഏതാനും ദ്വീപുകളെപ്പോലെ വിഷയം അതിനിടയിൽ കടന്നു വരിക എന്ന സ്വാഭാവികത മാത്രമേ ചിലപ്പോൾ ഇതിലുണ്ടാവുകയുള്ളൂ. നമ്മുടെയൊക്കെ ദാർഹുദയുടെ തിരുമുഖത്തെത്തിപ്പോയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ മനുഷ്യരാണ്, ഭൂമിയിലാണ് ഇരിക്കുന്നത് എന്നതിന് എന്തായാലും തെളിവുകളൊന്നും വേണ്ടിവരില്ല. നമുക്ക് മുമ്പേ ഇവിടെ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു എന്നതും മാതാപിതാക്കളോട് കടപ്പാടുള്ള നമ്മളാരും നിഷേധിക്കുകയില്ല. അതങ്ങനെ കടന്നുപോയാൽ പിന്നെ എല്ലാ മതങ്ങളും ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്നതൊക്കെയുള്ള ചോദ്യങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ കൃത്യമായി ഉത്തരം തരാൻ കഴിയുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ എന്നതാണ് നമുക്കൊക്കെ സന്തോഷം നൽകുന്നത്. മനുഷ്യന്റെ ചോദ്യത്തിനും തൃഷ്ണക്കും ഉത്തരം കിട്ടുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം
അതൊക്കെ തന്നെയാണ് മനുഷ്യൻ എന്ന നമ്മുടെ ഈ വ്യതിരിക്തതയുടെ താല്പര്യവും. അറിയാനുള്ള നമ്മുടെ ആഗ്രഹമാണ് നമ്മളാക്കിയത്. വെറുതെ കടന്നു പോവുകയാണെങ്കിൽ ഏത് ജീവിയുമാകാമായിരുന്നു. പക്ഷെ മനുഷ്യനാവുന്നത് അന്വേഷിക്കാനും അറിയാനുമുള്ള നമ്മുടെ തൃഷ്ണ, കേവലമായ തൃഷ്ണയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം എന്നതല്ല, കൃത്യമായ ഉത്തരം നൽകുന്ന ഒരു ദർശനം നമുക്കുണ്ട് എന്ന സന്തോഷം. പിതാക്കന്മാരിലൂടെ കടന്നുപോയാൽ അതൊരു അനുസ്യൂത പ്രവാഹമായി നിലനിൽക്കുന്നില്ല. എവിടെയോ ചെന്ന് പിതാവ് പിന്നെ ഒരു പിതാവിൽ അവസാനിക്കുന്നു. എവിടെയെങ്കിലും ഇതൊന്ന് നിർത്തിക്കിട്ടണമല്ലോ, അപ്പോഴല്ലേ ഉത്തരമാവുന്നുള്ളൂ. മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാം അബുൽ ബഷർ എന്ന് നാം പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ഈ അനിശ്ചിതത്വം അവിടെ വെച്ച് പിടിച്ചു നിർത്താൻ നമുക്കാവുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇൽ. പടർന്നു പന്തലിക്കുന്ന മനുഷ്യ സമൂഹങ്ങളെ നസബൻ വസുഹ്റ, ഈ പടർന്നു പന്തലിച്ച മനുഷ്യ സമൂഹം മുഴുവനും ആ ഒരു ബിന്ദുവിൽ നിന്ന് കടന്നു വരുന്നു. ആദം അലൈഹിസ്സലാമോ അല്ലാഹു തആല ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു, സ്വർഗത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സ്ഥലത്തിൽ നിന്ന്. പക്ഷേ ഈ ഭൂമിയോ, എല്ലാറ്റിനും വേണമല്ലോ ഒരു തുടക്കം. അവിടെ നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടുന്നു. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ. ആകാശഭൂമികൾ ഒന്നു ചേർന്നതായിരുന്ന, ഒരേകമായിരുന്ന ഒരു പിണ്ഡമായി അത് പിന്നെ അങ്ങനെ പിളർന്നു. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. അങ്ങനെ ഒരു ഏകത്തിൽ നിന്ന്, ഒരു ബിന്ദുവിൽ നിന്ന് അതിങ്ങനെ പൊട്ടിപ്പിളർന്ന് മഹാവിസ്ഫോടനമായി, ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറയുന്നു, ഏത് പേര് പറഞ്ഞാലും അതങ്ങനെ വികസിതമായി. ഇങ്ങനെ മനുഷ്യരായ നമ്മുടെ സൃഷ്ടിക്കും നമ്മൾ അധിവസിക്കുന്ന ഭൂമിയടക്കമുള്ള പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. തുടക്കത്തിൽ ഒരു കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുന്നു. എങ്ങനെയാണ് ഇസ്ലാമേതര പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാവുന്നത് എന്ന ചിന്തയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമ്മെ പ്രേരിതരാക്കുന്നത്. ആ ഒരു തുടക്കത്തിൽ നിന്നുള്ള തുടർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ പ്രതിപുരുഷന്മാർ, ഇന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, ഈ ഭൂമി. ഇനി ഇതെങ്ങോട്ട് പോകുന്നു? ഇതിങ്ങനെ കടന്ന് അവസാനവും മനുഷ്യൻ ഈ ഭൂമിയിൽ വാസം അവസാനിപ്പിക്കുന്നു. ഭൂമിയുടെയും യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാതു മത്വിയ്യാത്ത്. ഭൂമിയല്ലാതെയാക്കി മാറ്റപ്പെടുന്നു, ആകാശങ്ങൾ അല്ലാഹുവിന്റെ കലിയിൽ ചുരുട്ടപ്പെടുന്നു. അങ്ങനെ ഇതെല്ലാം കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ. സൃഷ്ടി തുടങ്ങിയതുപോലെ തന്നെ വീണ്ടും ആ ഒരു ഏകകത്തിലേക്ക് തിരിച്ചു വരുന്നു. ഏകമായിരുന്നത് അനേകമാകുന്നതാണ് നമ്മൾ കണ്ടത്. ഏകം അനേകമാകുമ്പോൾ അസ്വസ്ഥതകളുണ്ടാകും, അവിടെ ചലനങ്ങളുണ്ടാകും. ആ ചലനങ്ങളാണ് ഭൂമിയിൽ മുഴുവനുള്ളത്. ഇത് വീണ്ടും ഒരു സ്വാസ്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നു, അസ്വസ്ഥതകളില്ലാത്ത സ്വാസ്ഥ്യങ്ങളുടെ ഒരു ലോകത്തിലേക്ക്. എത്ര കൃത്യമായ ഉത്തരം! പക്ഷെ ഇതൊക്കെ ആര് ചെയ്യുന്നു? ഇവിടെയാണ് അതിനു മുമ്പോ എന്ന ചോദ്യം അപ്പോഴും ചോദിക്കാം. ഭൂമി ഉണ്ടാവുന്നതിന് മുമ്പ്, പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പ്, ഇതെല്ലാം അവസാനം ഒരു സ്വാസ്ഥ്യത്തിലേക്ക് തന്നെ തിരിച്ചു ചെന്നിട്ട് അതിനുശേഷം ഈ മുമ്പും ശേഷവും എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നതും ഈ ഒരു മതത്തിനു മാത്രമാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. സ്ഥലത്തെ പറ്റിയാവട്ടെ, കാലത്തെ പറ്റിയാവട്ടെ, ഒരിക്കലും ഉത്തരം കിട്ടാത്ത ഈ ചോദ്യങ്ങൾ, അതിനു മുമ്പ് എന്ന് പറഞ്ഞ് അവസാനിക്കാത്ത ചോദ്യങ്ങളെ കൊണ്ടുപോയി ഹുവൽ അവ്വലു, അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ഭൂമിയല്ലാതെയാക്കി മാറ്റപ്പെട്ടു, എല്ലാം കഴിഞ്ഞതിനു ശേഷം എന്ന ചോദ്യത്തിന് വല്ലാഹിറു. ഈ സ്ഥലമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാറ്റിനും നമുക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. ഈ കൃത്യമായ ഉത്തരമാണ് ആദ്യത്തെ മനുഷ്യന് തന്നെ അല്ലാഹു തആല നൽകിയത്. ഭൂമിയിലേക്ക് മനുഷ്യനെ വെറുതെ പറഞ്ഞയച്ചതല്ല. ഭൂമിയിൽ മനുഷ്യൻ തലമുറകളായി പ്രജനനങ്ങളിലൂടെ നശിക്കാത്ത ഒരു വർഗമായി നിലനിൽക്കണമെന്ന്, ഖലീഫയാവണമെന്ന്, ഖിൽഫത്തനായി ഒന്നിനു പുറകെ ഒന്നായി വരുന്ന, വർഗനാശം വരാത്ത ഒരു സംവിധാനത്തിലൂടെ അല്ലാഹു തആല ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുന്നു എന്ന മലക്കുകളോട് മനുഷ്യ സൃഷ്ടിയുടെ തുടക്കത്തിലെ അല്ലാഹു തആല പറഞ്ഞത് ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ. ആ തുടർച്ച പിന്നീട് എങ്ങനെ മനുഷ്യൻ മാത്രം ഇവിടെ വംശനാശം നേരിടുന്നില്ല. എത്ര ജീവികൾ ഇവിടുന്ന് കടന്നുപോയി. കാലങ്ങൾ എത്ര കഴിയുമ്പോഴും മനുഷ്യരായി നിലനിൽക്കുക തന്നെയാണ്. ഈ പിന്തുടർച്ചയുടെ അവകാശികളായ, ഇന്നത്തെ അവകാശികളായ നമ്മൾ
നമുക്ക് കൃത്യമായ ഒരു ദിശാബോധം നൽകിക്കൊണ്ട് ആദ്യത്തെ മനുഷ്യനെ അള്ളാഹു പറഞ്ഞയക്കുന്നത് ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒന്നാമത്തെ മനുഷ്യന് തന്നെ ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും, ഹുദ നൽകും. ദാർഹുദയുടെ മുറ്റത്തിരുന്നാണ് നാം ഹുദയെപ്പറ്റി പറയുന്നു. ഫമൻ തബിഅ ഹുദായ, ഒന്നാമത്തെ മനുഷ്യനോട് അല്ലാഹു തആല ഒരു പിൻപറ്റൽ ആവശ്യപ്പെടുന്നു. പിൻപറ്റാൻ മുന്നിൽ ആരെങ്കിലും പോകണം. പക്ഷെ ഒന്നാമത്തെ മനുഷ്യന്റെ മുമ്പിൽ ആരും നടന്നിട്ടില്ല. ഒരാൾ നടക്കുമ്പോഴേ വഴിയുണ്ടാവൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല ആകാശലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്ന മനുഷ്യന് ഹുദ നൽകുമ്പോ ആ ഹുദയെ പിൻപറ്റണമെന്ന് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഒന്നാമത്തെ മനുഷ്യനെ പ്രവാചകനാക്കുന്നു. പിന്നീട് പ്രവാചകന്മാരുടെ പരമ്പരകൾ, ആ പ്രവാചകന്മാരുടെ പരമ്പര അവസാനിപ്പിച്ചുകൊണ്ട് ഖാതിമുൻ നബിയ്യീൻ ഷഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഫബിഹുദാഹു മുഖ്തദി, കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരുടെയും ഹുദയെ പിൻപറ്റിക്കൊണ്ട് അത് സമ്പൂർണ്ണമാക്കി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയുന്ന ഒരു ദർശനം, ഒരു മതം. ഇതിന് മതമെന്നല്ല പറയേണ്ടത്. മതം എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായം എന്നാണ്. ഇതൊരു അഭിപ്രായമല്ല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, നമ്മൾ കടപ്പെട്ട ഏതൊന്ന് അനുസരിക്കണോ അതിന് കടപ്പെട്ട ഒരു ദീനാണിത്. ആളുകൾ മതമെന്ന് പറഞ്ഞു പലതും പറഞ്ഞാലും ഇതൊന്നും ഒരു ചിന്താധാരയല്ല. ഇത് നാം അനുസരിക്കാൻ കടപ്പെട്ട ഒരു യഥാർത്ഥമായ ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ, ഇതൊരു സത്യസന്ധമായ യാഥാർത്ഥ്യമാണ്. ഇതേതെങ്കിലും മനനത്തിൽ നിന്നോ അന്വേഷണങ്ങളിൽ നിന്നോ ഏതോ മുനിമാർക്കോ താപസന്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്കോ ലഭിച്ച ചില ദർശനങ്ങളല്ല. ഇതൊന്നാമത്തെ മനുഷ്യന് മനുഷ്യ സൃഷ്ടാവ് നൽകിയ അറിവുകളാണ്. ആ അറിവുകളുടെ യാഥാർത്ഥ്യങ്ങളാണ്. അത് സമ്പൂർണ്ണമാക്കുകയാണ് പ്രവാചകന്മാർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ഇവിടെ ഈ സ്ഥലത്ത് എത്തിപ്പെടുന്നു. ആദം അലൈഹിസ്സലാം മുതൽ നൂഹ് അലൈഹിസ്സലാം വരെ 10 തലമുറകൾ അല്ലെങ്കിൽ 10 നൂറ്റാണ്ടുകളെ അശറത്ത് ഖുറൂൻ ആരും അള്ളാഹുവിനെ അല്ലാതെ ഏകദൈവത്തെ അല്ലാതെ ആരാധിച്ചിരുന്നില്ലെന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പിന്നെ നൂഹ് അലൈഹിസ്സലാമിന് ശേഷം ഈ പ്രവാചകന്മാരുടെ ശൃംഖലകളിൽ നമുക്കറിയാം വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ ചരിത്രങ്ങളും കഥകളും അതൊക്കെ അങ്ങനെ തുടരുമ്പോ പ്രവാചകന്മാരെ അല്ലാഹു തആല മനുഷ്യനെ ഈ സത്യം ബോധ്യപ്പെടുത്താൻ അയക്കുമ്പോ അവരത് ബോധ്യപ്പെടുത്തുന്നു. കുറെ ആളുകൾ വിശ്വസിക്കുന്നു, ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നില്ല. പ്രവാചകന്മാരുടെ കാലശേഷം പിന്നെ വിശ്വസിച്ചവർ തന്നെ പറയുന്ന കഥകളിൽ പലതും മറ്റു പലരും വിശ്വസിക്കാതെ വരുന്നു, കൂട്ടിച്ചേർക്കുന്നു, കിഴിക്കലുകൾ ഉണ്ടാവുന്നു. എന്തൊക്കെയാവട്ടെ, അന്നത്തെ ചില ആളുകളുടെ മഹത്വങ്ങളെ തന്റെ മുന്നിൽ കാണുന്ന മഹത്വങ്ങളുടെ മുമ്പിൽ നമിച്ചു നിൽക്കാനുള്ള ഒരു താല്പര്യം മനുഷ്യരുണ്ടാവുന്നു. പ്രവാചകന്മാരെപ്പോഴും പറഞ്ഞത് സൃഷ്ടാവായ റബ്ബിനെ മുമ്പിൽ നമിക്കാനാ. പക്ഷേ ചിലപ്പോ തങ്ങളുടെ മുമ്പിൽ കാണുന്ന പ്രകൃതി ശക്തികളുടെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ തന്നെ മുമ്പിൽ നമിച്ചു നിൽക്കുന്ന ഒരു രീതി അതങ്ങനെ തുടങ്ങി. പിന്നെ ഏകദൈവ സിദ്ധാന്തങ്ങൾ, ബഹുദൈവ സിദ്ധാന്തങ്ങളിലേക്കോ ആരാധിക്കാൻ വേറെയും കുറെ വസ്തുക്കൾ വേണമെന്നും അല്ലെങ്കിൽ ഒരു ദൈവത്തിന് തന്നെ ഒരുപാട് അവതാരങ്ങൾ വേണമെന്നും അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിന്റെ കാലഘട്ടങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ സമയമില്ല. അങ്ങനെയാണ് മനുഷ്യരിങ്ങനെ ഒരു കാലത്ത് സമീപ പൂർവ്വദേശങ്ങളെന്നറിയപ്പെടുന്ന ഇന്നത്തെ ഇറാൻ, ഇറാഖിന്റെ ഭാഗങ്ങൾ, അതുപോലുള്ള ജോർദാന് തുടങ്ങി ഫലസ്തീന്റെ ഒക്കെ ഭാഗങ്ങളിൽപ്പെട്ട ആ പ്രദേശങ്ങളിലൊക്കെ മെസപ്പൊട്ടോമിയ, 2 നദികൾക്കിടയിലുള്ള ഒരു സമതലം എന്ന അർത്ഥത്തിലുള്ള മെസപ്പൊട്ടോമിയയാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരങ്ങൾക്കിടയിൽ അന്ന് ഫലഭൂയിഷ്ഠമായ ഭൂവിഭാഗങ്ങളിലൊക്കെ 10-12,000 വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ ഇങ്ങനെയുള്ള പ്രകൃതി വസ്തുക്കളെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ പല ഭാഗങ്ങളിലൂടെ പ്രകൃതി വസ്തുക്കളെ ആരാധിക്കുകയും പ്രകൃതിയിൽ അവർക്ക് ആവശ്യമായ മഴ കിട്ടുമ്പോൾ മഴയുടെ ദേവന് അല്ലെങ്കിൽ വെയിൽ കിട്ടുമ്പോൾ അതിനാവശ്യമായ കാലഘട്ടങ്ങളിൽ സൂര്യദേവൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പ്രാകൃതിക പ്രതിഭാസങ്ങളെയും ദേവന്മാരും ദേവികളുമൊക്കെയായി ഇതൊക്കെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകനായ സാം അവരിലൂടെ കടന്നു വന്ന ഒരു ജനവിഭാഗത്തെ സെമിറ്റിക് വിഭാഗമെന്ന് പറയുന്ന അവരൊക്കെ പിന്നീട് കാലാന്തരെ ഇങ്ങനെ പല മതങ്ങൾ, പല ദൈവങ്ങളെയും ആരാധിക്കുന്ന രീതിയിലേക്ക് എത്തുമ്പോഴാ ഓരോ പ്രദേശത്തേക്കും വീണ്ടും പ്രവാചകന്മാരെ വരേണ്ടി വരുന്നു. ഇങ്ങനെയാണ് ഇസ്ലാമേതര പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യർ ഒരു ദൈവത്തെ, ഒരു അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് പകരം തന്റെ മുമ്പിൽ അപ്പോൾ കാണുന്ന ചിലതിന്റെ മുമ്പിൽ നമിക്കുക എന്നൊരു രീതിയിലേക്ക് കടന്നുപോകും. മാത്രവുമല്ല പല പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ വേണ്ടവിധം അക്കാലത്ത് നടന്നിട്ടുണ്ടാവില്ല. നമുക്കറിയാമല്ലോ, ഇന്നത്തെ മാതിരിയുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്ത ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുണ്ടായ ഒരുപാട് മതങ്ങളിൽ ഇന്ന് ഏറ്റവും ലോകത്തറിയപ്പെടുന്ന ചില മതങ്ങളെപ്പറ്റി മാത്രമേ പറയാൻ സമയമുള്ളൂ. അതിനുപോലും സമയമില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പ്രാചീന ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഒരുപാട് ഭൂപ്രദേശങ്ങളിൽ വളരെ പഴയ മതങ്ങൾ തന്നെയാണ്. കൺഫ്യൂഷ്യനിസം പോലെ ചൈനയിൽ, അതുപോലെ ജാപ്പാനിലൊക്കെ ഷിൻഡായിസം പോലുള്ള താവോയിസം ചൈനയിൽ, ഇങ്ങനെ ഒരുപാട് മതങ്ങൾ നമ്മൾ ഇന്ന് അത്രമേൽ കേട്ടില്ലെങ്കിലും ഒരുപാട് മതങ്ങളുടെ ഭൂമിയാണ്. ഇന്നും അതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. സത്യത്തിൽ ഇതിലൊക്കെയും ബഹുദൈവ വിശ്വാസങ്ങളോ ചില മതങ്ങളിൽ ൊന്നും ദൈവങ്ങളെ തന്നെ തീരെ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട മറ്റൊരു പ്രധാന മതമാണ് ഹിന്ദുമതം. നമുക്കറിയാമല്ലോ, കുറച്ചെങ്കിലും സമയം ചെലവഴിക്കേണ്ടത് ഹിന്ദുമതം, ക്രിസ്തുമതം, യഹൂദമതം തുടങ്ങിയുള്ള 2-3 മതങ്ങൾക്ക് വേണ്ടിയാണ്. ഇസ്ലാമേതര പ്രത്യയശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ ഇസ്ലാമിനെ പറ്റി പറയുന്നില്ലല്ലോ. ഈ ഹിന്ദുമതം എന്നത് യഥാർത്ഥത്തിൽ ഒരു മതം തന്നെയാണോ എന്ന് അതിൽപ്പെട്ട ചിലർ തന്നെ ചോദിക്കാറുണ്ട്. സത്യത്തിൽ നമ്മുടെ വീരേന്ദ്രകുമാർ എഴുതിയ പ്രസിദ്ധമായ രാമന്റെ ദുഃഖം, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം മാത്രമല്ല ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, ഹിന്ദു മതം, ഹിന്ദു എന്ന ഒരു പദം സത്യത്തിൽ ഇവരുടെ ഉപനിഷത്തുക്കളിലോ വേദങ്ങളിലോ ഇവരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. അറേബ്യയിൽ നിന്ന് മുസ്ലിങ്ങളും അതുപോലെ പേർഷ്യയിൽ നിന്ന് പാർസികളുമൊക്കെ ഇവിടെ വന്നപ്പോ, ഭാരതത്തിലേക്ക് വന്നപ്പോ ഇവർ ആരാധിക്കുന്ന ചില രീതികൾ കണ്ടപ്പോൾ തങ്ങളുടെ ആരാധന, അവരുടെ മുസ്ലിങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ നിന്ന് ഇത് മാറാൻ വേണ്ടി ഹിന്ദികളുടെ ആരാധന എന്ന അർത്ഥത്തിലാണ്, ഹിന്ദികളുടെ മതം എന്ന അർത്ഥത്തിൽ ഈ അറബ് അതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ളവരുമാണ് ഹിന്ദു എന്ന് ആദ്യമായി വിളിച്ചത് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. പിന്നെ കൂട്ടിക്കിഴിച്ച് ചില പദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം യഥാർത്ഥത്തിൽ ഇത് ഒരു അന്യ നാട്ടുകാർ നൽകിയ പേരാണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോ ധർമാരാമം എന്ന് പറഞ്ഞ് സ്വാമി സിദ്ധാനന്ദൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹവും പറയുന്നു, ഹിന്ദുമതത്തിന്റെ ഒരു പ്രത്യേകത ഇത് മറ്റു മതങ്ങളെപ്പോലെയല്ല, ഇതിന് സ്ഥാപകനില്ല. ഒരു സ്ഥാപകനോ പ്രവാചകനോ അതുപോലെ തന്നെ നിയമസംഹിതകളോ ഒന്നും ഇതിലില്ല. ഓരോരുത്തർക്കും വേണമെങ്കിൽ അവനവന്റെ സാഹചര്യത്തിനും താല്പര്യത്തിനും അനുസരിച്ച് എന്തിനേയും ആരാധിക്കാം. എത്രത്തോളം അദ്ദേഹം ഇതിൽ പറയുന്നത്, ക്രിസ്തുദേവനെ തന്റെ ദൈവമായി കണ്ട് ആരാധിക്കുന്നവർക്കും ഹിന്ദു ആവാൻ കഴിയും. ആർക്കും അവനവന്റെ ഇഷ്ടദേവതകളെ, അതിനുള്ള സംവിധാനം ഹിന്ദു മതത്തിലുണ്ട് എന്നതാണ്. തനിക്കിഷ്ടപ്പെട്ട ദേവനെ ആരാധിക്കുക, ഒരു പ്രത്യേകിച്ച് ഇന്ന ദേവനെ ആരാധിക്കണമെന്നൊന്നുമില്ല. ഈ ഹിന്ദുമതത്തിന്റെ ചരിത്രം പറഞ്ഞാൽ 5000 വർഷത്തിന്റെ പഴക്കമോ അല്ലെങ്കിൽ അത് രൂപപ്പെടുന്നത് തന്നെ 4000 വർഷങ്ങൾ കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ആരിതുണ്ടാക്കിയെന്നോ, ഇത് ഒരുപാട് ആളുകൾ, ഒരുപാട് ഉപനിഷത്തുക്കൾ, 4 വേദങ്ങളാണ് പ്രധാനമായുള്ളത്, ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും ഒക്കെ. ഈ വേദങ്ങൾക്ക് പിന്നെ ഒരു ഉപനിഷത്തുക്കൾ. ഇതെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇവിടെ സംസാരിച്ചിരുന്ന സംസ്കൃത ഭാഷയുണ്ടായിരുന്നു. ആര്യന്മാർ ഇന്ത്യയിൽ കടന്നു വരുന്നതിന്റെ മുമ്പാണ് ഇവർക്ക് സിന്ധു നദി തട സംസ്കാരത്തിലൂടെ ഒരു നല്ല ജീവിത രീതിയും സംവിധാനവും ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആര്യന്മാരുടെ അധിനിവേശമാണ് അത് ഈ സിന്ധു നദീതട സംസ്കാരങ്ങളെ നശിപ്പിച്ചത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. എന്താവട്ടെ, ആ കാലഘട്ടത്തിൽ അവരിവിടെ സംസാരിച്ചിരുന്ന സംസ്കൃതത്തിൽ അവർ ചൊല്ലിയ കുറെ പ്രാർത്ഥനകളും മന്ത്രങ്ങളുമാണ് ഋഗ്വേദം. ഇങ്ങനെയുള്ള വേദം, ഈ വേദങ്ങളുടെ അവസാന വാക്കാണ് വേദാന്തം. ഈ വേദാന്തങ്ങളും ഉപനിഷത്തുക്കളും ഒന്നും ആര് ഉണ്ടാക്കി എന്ന് കൃത്യമായി പറയാൻ സാധിക്കാത്ത വിധം ഇതൊക്കെ അജ്ഞാത കർത്തൃത്വങ്ങളായി അങ്ങനെ നിലനിൽക്കുകയാണ്. പിന്നെ നമുക്കറിയാം, ഇതിന് കാര്യമായുള്ള ഇതിഹാസം മഹാഭാരതവും രാമായണവുമാണ്. ഹൈന്ദവ ധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവും കേൾക്കാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല. ഇതിനെപ്പറ്റി പോലും നമ്മുടെ DC ബുക്സ് 100 ക്ലാസിക്കുകളുടെ, ലോക ക്ലാസിക്കുകളുടെ ഒരു പരമ്പര ഇറക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ക്ലാസിക്കുകളെ പരിചയപ്പെടുത്തുന്നതിൽ 1ാമത്തെ വാള്യത്തിൽ തന്നെയാണ് രാമായണവും മഹാഭാരതവും കൊടുത്തിരിക്കുന്നത്. അതിന് ആധികാരികമായ ആ ഗ്രന്ഥത്തിൽ തന്നെ അവർ പറയുന്നത്, രാമായണം എഴുതിയത് വാൽമീകി മഹർഷിയാണ്. വാൽമീകം എന്ന് പറഞ്ഞ പുറ്റ് എന്നാണ് അതിനർത്ഥം. അദ്ദേഹം നേരത്തെ ഒരു കൊള്ളക്കാരനായിരുന്നു, പിന്നെ പശ്ചാത്തപിച്ചു. ആ പശ്ചാത്താപ വിവശനായി ദിക്ർ ചൊല്ലിയിരുന്ന് അങ്ങനെ ഇരുന്നിടത്ത് സന്യാസത്തിൽ അവസാനം അയാൾക്കിങ്ങനെ ചുറ്റും ഈ പുറ്റ് വളർന്നു, മൺകൂന വളർന്ന് പുറ്റിനുള്ളിലായി.
അപ്പോഴും അയാൾ ദിക്റിൽ മുഴുകിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് വാൽമീകി എന്ന് പേര് എന്നതാണ് അദ്ദേഹത്തെ പറ്റിയുള്ള രത്നാകരൻ എന്ന പേര് എന്നതൊക്കെയാണ് പ്രസിദ്ധമായ അഭിപ്രായം. ഇങ്ങനെയുള്ള ഒരുപാട് ധ്യാനങ്ങളുടെയും ദിക്റുകളുടെയും ഒക്കെ മഹത്വമാണ് കാര്യമായിട്ട് ആ ദർശനങ്ങളിലുള്ളത്. ഏകാഗ്രമായ ഒരു മനസ്സുകൊണ്ട് ഒന്നിനെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന അവസ്ഥകൾ. എന്താവട്ടെ, വാൽമീകി മഹർഷി രാമായണം എഴുതുമ്പോഴും ഇതേതു കാലഘട്ടത്തിൽ എഴുതി? രാമായണം മുഴുവൻ എഴുതിയത് വാൽമീകി തന്നെയാണോ? 100,000 രാമായണങ്ങളുണ്ട് എന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത്. ഓരോ കാലത്തിനും അതിന്റെ വിവർത്തകർ അതിനനുസരിച്ചൊക്കെ രാമായണങ്ങൾ പിന്നീട് രചിച്ചിട്ടുണ്ട്. വാൽമീകി എഴുതിയ രാമായണം, അതിൽ തന്നെ ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ. ഞാൻ പറഞ്ഞു വരുന്നത്, കൃത്യമായ ഇന്ന ആൾ ഇന്ന കാലത്ത് എഴുതി അതിലൊരു മാറ്റവുമില്ലെന്ന് പറയാൻ രാമായണത്തിനാവില്ല, മഹാഭാരതത്തിന് ഒട്ടുമാവില്ല. വ്യാസൻ മഹാഭാരതം എഴുതുന്നു, പക്ഷെ അതിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ. ഇതേ ചോദ്യം അവിടെയുമുണ്ടെന്ന് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എവിടെയും പറയുന്നു. പക്ഷെ അവരൊക്കെ അത്തരം ചോദ്യങ്ങൾ പ്രസക്തമല്ല, ഇതിന്റെ കാവ്യഭംഗിയും ഇതിന്റെ കലാമേന്മയുമാണ് പ്രധാനം എന്ന് പറഞ്ഞത് തള്ളുകയാണ്. നമുക്കും അത് പ്രധാനമല്ല. ആരെഴുതിയാലും എന്നെഴുതിയാലും ആരൊക്കെ കൂട്ടിച്ചേർത്താലും അത്രയൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. മഹാഭാരതത്തിലെ ഒരു അധ്യായമാണ് സത്യത്തിൽ ഭഗവത്ഗീത. ശ്രീകൃഷ്ണൻ അർജുനനോട് തന്റെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഒക്കെ മറുവശത്ത് കുരുക്ഷേത്രത്തിൽ കാണുമ്പോൾ അർജുനൻ വിഷാദചിത്തനായി എങ്ങനെയാണ് ഞാൻ എന്റെ ബന്ധുജനങ്ങളോട് യുദ്ധം ചെയ്യുക എന്ന് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങളാണ് സത്യത്തിൽ ഭഗവത്ഗീത, ഭഗവാന്റെ ഈ ഗീതോപദേശം. മഹാഭാരതത്തിന്റെ സാരാംശമാണത്. അതിൽ പോലും പിന്നെയും കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് അഭിപ്രായം. എന്താവട്ടെ, ഹൈന്ദവ ദർശനത്തെപ്പറ്റി അതിന്റെ ആചാര്യന്മാരും അതിന്റെ ആളുകളും തന്നെ അത് കൃത്യമായി ആരെഴുതി, ആരുണ്ടാക്കി, ആരൊക്കെയാണ് അതിന്റെ പ്രവാചകന്മാരും പ്രചാരകന്മാരും. ഇനി ആശയം എന്താ, അതിനെപ്പറ്റി പോലും ഒരു കൃത്യതയൊന്നുമില്ല. ബ്രഹ്മനെന്നും അഹമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രപഞ്ചം ദൈവമുണ്ടാക്കി എന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ അംശം തന്നെയാണ് പ്രപഞ്ചം എന്ന അദ്വൈതവാദത്തിനാണ് ചിലപ്പോൾ ഇതിലൊക്കെ പ്രാധാന്യം നൽകുന്നത്. ശ്രീശങ്കരാചാര്യർ പിന്നെ അതിന് അദ്വൈതവാദം കുറച്ച് സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. തത്വമസി എന്നൊക്കെ പറയുന്ന ഹൈന്ദവതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത് നീയാണ് എന്ന് പറയുന്ന, കാണുന്നതിലൊക്കെ ദൈവം, പ്രപഞ്ചത്തിന്റെ ഓരോ അംശത്തിലും ദൈവാംശമുണ്ടെന്നും ഈ കാണുന്നതൊക്കെ ദൈവത്തിന്റെ അംശങ്ങളാണെന്നും പറയുന്ന ഒരു തത്വസിദ്ധാന്തമാണ്. ആകെത്തുള്ളിയായി വന്നാൽ ഇതിലൊക്കെ നമുക്ക് സ്വാംശീകരിച്ചെടുക്കാൻ കഴിയും. ഈ ഒരു പ്രത്യയശാസ്ത്രം ലോകത്ത് നിലനിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ അവനവന് തോന്നുന്ന ദേവതകളെ, ഇഷ്ടദേവതകളെയൊക്കെ തനിക്ക് ഏതു ദേവനെയാണോ വേണ്ടത്, തന്റെ സാഹചര്യം ഏതു ദേവനിലേക്ക് തിരിയാനാണോ താല്പര്യപ്പെടുന്നത്, അതിനെയൊക്കെ ആരാധിച്ച് ജീവിതം കഴിച്ചുകൂട്ടുന്നു. മറുവശത്ത് അഹ്ലു കിതാബ്, ഇങ്ങനെയൊന്നുമല്ല കൃത്യമായ ഒരു കിതാബുള്ളവർ. ആ കിതാബ് എവിടുന്ന് വന്നു എന്ന് പറയാൻ കഴിയും, ആര് കൊടുത്തു എന്ന് പറയാൻ കഴിയും. അങ്ങനെയുള്ള അഹ്ലു കിതാബ് അവരാണ് യഹൂദും നസാറ. വിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് കൃത്യമായ കിതാബ് ഉണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചതെന്താ? വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറഞ്ഞു, ബിമസ്തുഹ്ഫിദൂ മിൻ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബ് തന്നെയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ആ കിതാബ് സൂക്ഷിക്കേണ്ട ബാധ്യത അവരാണ് ഏൽപ്പിക്കപ്പെട്ടിരുന്നത്. അതങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളൂ. വിശുദ്ധ ഖുർആനെ പറ്റി പറഞ്ഞെടുത്ത് തൗറാത്ത് ഇൻജീലിനെ പറ്റി ബിമസ്തുഹ്ഫിദൂ എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു തആല ഖുർആനെ പറ്റി പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, അതിന്റെ ഹിഫ്ള് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാ. പ്രപഞ്ച സൃഷ്ടാവ് തന്നെ ഒരു ഗ്രന്ഥത്തിന്റെ സുരക്ഷിതത്വവും സൂക്ഷിപ്പും ഏറ്റെടുത്തതാ വിശുദ്ധ ഖുർആൻ. നേരത്തെയുള്ള തൗറാത്തും ഇൻജീലും അല്ലാഹുവിന്റെ വചനങ്ങൾ തന്നെയാണ്. പക്ഷേ അതിന്റെ സൂക്ഷിപ്പ് ആർക്കാണോ അത് അവതരിപ്പിക്കപ്പെട്ടത്, ആരാണോ അത് കൊണ്ടു നടന്നത്, അവരെ ഏൽപ്പിച്ചപ്പോ അവര് പിന്നെ സൗകര്യത്തിനനുസരിച്ചൊക്കെ അതിൽ നിന്ന് ചിലത് മറച്ചുവെക്കാനും ചിലത് മാറ്റിത്തിരുത്താനും ചിലത് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചൊക്കെ വ്യാഖ്യാനിക്കാനും തുടങ്ങി. അങ്ങനെ ആ ഗ്രന്ഥങ്ങളുടെ ഒന്നും മൂലം ഇന്ന് ലഭിക്കുന്നില്ല. നമുക്കറിയാം, അല്ലാഹു അവതരിപ്പിച്ച ആ ഭാഷയിലെ ഒരു സുറിയാനി ഭാഷയിലുള്ള ഒരു ഇൻജീലും തൗറാത്തും സബൂറും ഒന്നും നമുക്ക് അതിന്റെ യഥാർത്ഥ മൂലഭാഷയിൽ നിന്ന് ലോകത്തെവിടെയും ലഭ്യമല്ല എന്ന് അതിന്റെ ആ അവകാശികൾ തന്നെ അംഗീകരിക്കുന്നത്. ഇതുമാത്രമല്ല, ആദ്യത്തെ മതം എന്ന നിലയ്ക്ക് ഈ മതങ്ങളിലെ, ഈ ഗ്രന്ഥങ്ങളുടെ അവകാശികളിലെ ആദ്യത്തെ മതമായി യഹൂദിയാണ് വരുന്നത്. യഹൂദി എന്നത് സത്യത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് വരുമ്പോൾ അവിടെ കന്നാൻ എന്നാണ് ആ പ്രദേശത്തിന് അന്ന് പറഞ്ഞിരുന്നത്. ആ പ്രദേശങ്ങളിലേക്ക് കടന്നു വരികയും അവിടെയുള്ള ജനങ്ങൾ ആദ്യമായി അതിന്റെ തുടർച്ചയായി ഏറ്റെടുത്ത
പിന്നീട് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ മക്കളിൽപ്പെട്ട യഹൂദ എന്ന രാജാവിന്റെ രാജ്യാധികാരത്തെയോ അല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ ശിഷ്യന്മാരിൽപ്പെട്ട യഹൂദയുടെ പേരോ എന്താണെങ്കിലും യഹൂദി മതം അതിനോട് ചേർത്ത് അങ്ങനെ പറയുന്നു. ഖുർആൻ ആ പേര് അംഗീകരിച്ചു. വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല. പക്ഷെ യഹൂദ് എന്ന പേര് അല്ലാഹു തആല അംഗീകരിച്ചെങ്കിലും അതൊരു സുഖമുള്ള രീതിയിലല്ല പറഞ്ഞു. അഹ്ലു കിതാബ് എന്നാണ് നല്ലിടത്തൊക്കെ കൂടുതൽ പറഞ്ഞത്. ഈ അഹ്ലു കിതാബ് അവർക്കൊരു കിതാബ് ഉണ്ടായിരുന്നു, തൗറാത്ത്. പക്ഷെ ആ തൗറാത്ത് ഇന്ന് പഴയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. പഴയ നിയമം എന്ന പേരിൽ അവരറിയപ്പെടുമ്പോഴും ഇനി പുതിയ നിയമമായ ഇഞ്ചീലും, പുതിയ നിയമമായ ഇഞ്ചീൽ പിന്നീട് വരുന്നത് ഈസാ അലൈഹിസ്സലാമാണ്. മൂസാ അലൈഹിസ്സലാമിനാണ് അല്ലാഹു തആല തൗറാത്ത് അവതരിപ്പിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് കൊണ്ടൊന്നും വിശദീകരിക്കുന്നില്ല. തൂർ സിനായിൽ വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ അലൈഹിസ്സലാമിന് അൽവാഹി നൽകുകയും തൗറാത്ത് നൽകുകയും അങ്ങനെ മൂസാ അലൈഹിസ്സലാം ആ തൗറാത്തുമായി ആ ജനതയുമായി പിന്നീട് 40 കൊല്ലക്കാലം തീഹ് മരുഭൂമിയിലൂടെ ഉഴർന്ന് നടക്കേണ്ട ഗതികേടുണ്ടാകുകയും അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ നമുക്കറിയാം. വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു പോവാൻ അവർക്ക് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാനാവില്ല എന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും പിന്നീട് ആ സമൂഹത്തെ ഫറോവമാരുടെ ഭരണത്തിന് കീഴിൽ അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നതും അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ പ്രസിദ്ധമാണ്. എന്താവട്ടെ, അത് ഈസാ അലൈഹിസ്സലാം കടന്നു വരുമ്പോ തങ്ങളുടെ രക്ഷകനായ ഒരു മിശീഹ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന യഹൂദികൾ ഈസാ അലൈഹിസ്സലാമിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് യഹൂദികൾ യഹൂദികളായും നസ്രാനികൾ നസ്രാനികളായും തിരിയുന്നത്. സത്യത്തിൽ ഇവർ രണ്ടും വേദഗ്രന്ഥം ഒന്ന് തന്നെയാണ്. ഇന്ന് ബൈബിള് നോക്കിയാൽ പഴയ പുസ്തകമുണ്ട്, പുതിയ പുസ്തകമുണ്ട്. പഴയ നിയമപുസ്തകവും പുതിയ നിയമപുസ്തകവും ഒന്നിച്ചാണെങ്കിലും മതം രണ്ടു തന്നെയാണ്. എന്തേ രണ്ടായത്? യഹൂദികൾക്ക് വഖാലത്തിൻ നസ്വാറ, നസ്രാനികള് യഹൂദികൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. യഹൂദികളോ നസ്രാനികളെയും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇതിന് കാരണം എന്താ? യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ മസീഹിൻ ഈസാ അലൈഹിസ്സലാമാണെന്ന് അംഗീകരിക്കുന്നില്ല. എന്നു മാത്രമല്ല, അവരവസാനം ഈസാ അലൈഹിസ്സലാമിനെ കൊന്നു എന്നാണ് അവരുടെ അവകാശവാദം. അവർക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹു. പക്ഷെ അവരുടെ അവകാശവാദം അങ്ങനെയാണ്. നസ്രാനികളോ അവരുടെ മിശീഹ, അവരുടെ രക്ഷകനായി നസ്രത്തിൽ ജനിച്ച നസറ എന്ന പേര് ആ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. മാത്രവുമല്ല, അവരുടെ ശിഷ്യന്മാര് 12 ശിഷ്യന്മാര് നഹ്നു അൻസാറുല്ലാഹ് എന്ന് പറഞ്ഞതുമായി അതിന് ബന്ധമുണ്ട് എന്ന് പറയാറുണ്ട്. എന്താവട്ടെ, ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാര് അവര് ഈസാ അലൈഹിസ്സലാമിനെ ആദ്യകാല ശിഷ്യന്മാരൊക്കെയും ഈസാ അലൈഹിസ്സലാം പ്രവാചകനാണ് എന്ന് അംഗീകരിച്ചവരാണ്. പക്ഷെ പിൽക്കാലത്ത് പിന്നീട് സുവിശേഷം എഴുതപ്പെട്ടു. പുതിയ നിയമം 4 സുവിശേഷങ്ങൾ, മത്തായിയുടെയും മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും 4 സുവിശേഷങ്ങൾ. ഈ സുവിശേഷങ്ങളിലൂടെ അവര് ഈസാ അലൈഹിസ്സലാം കുരിശിൽ തറക്കപ്പെട്ടു എന്നും ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു എന്നുമുള്ള രീതികളൊക്കെ പറഞ്ഞുണ്ടാക്കി. യഥാർത്ഥത്തിൽ ഇതിൽ പോലും അതിലൊരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. മാത്രമല്ല, അതിലേക്കൊക്കെ പോകണേ ഞാൻ നേരത്തെ പറഞ്ഞ കുറിപ്പുകൾ എടുക്കണം. അപ്പൊ അതിന് സമയമില്ല. എന്തായാലും നമുക്കറിയാം, കൃത്യമായ വായനകളിലൂടെയും പഠനങ്ങളിലൂടെയും മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ഹിന്ദു മതത്തിന്റെ ഗ്രന്ഥങ്ങളെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ ഈ പഴയ നിയമവും പുതിയ നിയമവും ഒന്നും ഇന്നത്തെ ആധുനിക പണ്ഡിതന്മാർ, അവരുടെ പണ്ഡിതന്മാർ തന്നെ കൃത്യമായും അത് ദൈവവചനങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നില്ല. പിന്നെ അവർ ഉരുണ്ടുമറിഞ്ഞു പറയുന്നത് എന്താ? ദൈവത്തിന്റെ അധ്യാപനങ്ങൾ ശിഷ്യന്മാരിലൂടെ കേട്ടത് അവർ പറഞ്ഞുകൊടുത്തു. അതിൽ ദൈവിക സന്ദേശമുണ്ട്. വാക്കുകളും അക്ഷരങ്ങളുമൊക്കെ വ്യത്യസ്തമാണെങ്കിലും അതവരവർ ജീവിച്ച കാലഘട്ടത്തിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ സന്ദേശം ദൈവത്തിൻ്റെതാണ് എന്ന് മാത്രമേ ഇപ്പോൾ അവരും പറയുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട മത്തായിയുടെ സുവിശേഷമാണെങ്കിലും അതുപോലെ ഈ സുവിശേഷങ്ങളെ പറ്റിയൊക്കെ അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ മത്തായി എന്നത് യേശുവിന്റെ ശിഷ്യനായ മത്തായി അല്ല എന്നാണ്. ഇന്ന് വളരെ കൃത്യമായി 90 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത്. ഈസാ അലൈഹിസ്സലാം അവരുടെ ഭാഷയിൽ വധിക്കപ്പെട്ടതിനു ശേഷം, ഈസാ അലൈഹിസ്സലാം ആകാശാരോഹണം ചെയ്ത് ഉയർത്തപ്പെട്ടതിനു ശേഷം 90 വർഷങ്ങൾക്ക് ശേഷമെങ്കിലുമാണ് ഈ സുവിശേഷങ്ങൾ ഉണ്ടാവുന്നത് എന്നത് ഇന്നത്തെ ക്രൈസ്തവ പണ്ഡിതന്മാരും ഇന്നത്തെ ലോകത്തെ ആധികാരികമായ ക്രൈസ്തവ ബൈബിളിന്റെ യഥാർത്ഥ വ്യാഖ്യാതാക്കളും ഒന്നുപോലെ സമ്മതിക്കുന്നതാണ്. എന്താണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്? ഇതിനിടയിലൂടെ കടന്നു വന്ന മറ്റൊരു മതമാണ് ബുദ്ധമതം.
ബുദ്ധമതം സത്യത്തിന് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതം ബുദ്ധമതമായിരുന്നു, അശോക ചക്രവർത്തിയുടെ ഒക്കെ കാലത്ത്. ഹൈന്ദവ മതത്തിന്റെ ദർശനങ്ങളിൽ അത് താല്പര്യമുണ്ടായിരുന്നിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈന്ദവ മതത്തിനൊരു പ്രത്യേക ദർശനമോ പ്രത്യേക ഗ്രന്ഥമോ ഇല്ല. അതങ്ങനെ ഒരുപാട് മുനിമാരും താപസന്മാരും കാടുകളിൽ അവർക്കിങ്ങനെ ധ്യാനിച്ചിരുന്നപ്പോൾ ഉണ്ടായ വെളിപാടുകളോ ചിന്തകളോ ഒക്കെ എഴുതി വെച്ചത്. ഈ ചിന്തകളൊക്കെ നേരത്തെ ഗൗതമ ബുദ്ധൻ സിദ്ധാർത്ഥനെയും സ്വാധീനിച്ചു. കൊട്ടാരത്തിന് സുഖവാസിയായി കഴിഞ്ഞിരുന്ന അയാൾക്ക് ഒരു രോഗിയെയും അതുപോലെ ഒരു ശവശരീരവും അതുപോലെ ചില പ്രയാസപ്പെടുത്തുന്ന 3-4 ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്താപം തോന്നി അയാൾ അവിടെയൊക്കെ വിട്ടിറങ്ങിയിട്ട് അവസാനം ഗയയിലെ ഒരു വൃക്ഷച്ചുവട്ടിൽ പോയി ധ്യാനിച്ചിരുന്നു എന്നതാണ് ചരിത്രം അല്ലെങ്കിൽ കഥ. അങ്ങനെ ആ ധ്യാനത്തിൽ നിന്ന് അയാൾക്കുണ്ടായ വെളിപാടുകളാണ് ബുദ്ധമതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയ്യപ്പ പണിക്കർ പണ്ട് പറഞ്ഞു, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി, ബോധിവൃക്ഷ ചുവട്ടിലിരിക്കേണ്ട ബോധമുള്ളിൽ ഉദിച്ചിടുമെങ്കിൽ, ബോധിവൃക്ഷ ചുവട്ടിൽ പോയിരിക്കേണ്ട ഉള്ളിൽ ബോധമുണ്ടാകുമെങ്കിൽ, അതുപോലെ തന്നെ കാൽവരിക്കുന്നിലെ കഥ പാടേണ്ട കാണിനേരം മനുഷ്യനാമെങ്കിൽ എന്നൊക്കെ പറഞ്ഞതുപോലെ കുറെ ചിന്തകളിൽ നിന്നുണ്ടായതാണ്, മനുഷ്യ ചിന്തകളിൽ നിന്നുണ്ടായതാണ് ഈ ദർശനങ്ങളും ഈ മതങ്ങളുമൊക്കെ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം വ്യത്യസ്തമായി തന്നെ നിലകൊള്ളുന്നത്. അത് മനുഷ്യനിർമ്മിതിയല്ല, അതാരുടേതാണ്, എവിടുന്ന് വന്നു, എങ്ങനെ പ്രചരിക്കുന്നു, ഇനി എങ്ങോട്ട് പോകുന്നു എന്ന് കൃത്യമായി പറയാൻ കഴിയും. സീതാരാമന്റെ ദുഃഖത്തെ പോലെ ഒരു നിശ്ചയമില്ല ഒന്നിനും, വരും ഓരോ ദശ വന്ന പോലെ വിരയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോകരഹസ്യമാർക്കുമേ എന്ന് കാട്ടിന് സീത തന്നെയാണ് രാമൻ തന്നെ ഉപേക്ഷിക്കുമ്പോ ചിന്താവിഷ്ടയായ സീത വിലപിക്കുന്നത്. മനുഷ്യനെങ്ങനെ ഇവിടെ വിലപിക്കേണ്ട ഒരു കാര്യവുമില്ല. ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞതുപോലെ, വന്നത് എവിടുന്നും പോകുന്നത് എവിടേക്കും അറിയാത്ത ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴിയെങ്കിൽ തനിച്ചു ഞാൻ നിന്നുപോയി എന്ന് വേവലാതി കൊള്ളേണ്ട ഒരു കാര്യവും മുസ്ലിങ്ങൾക്കില്ല. അതുകൊണ്ടൊക്കെ ചുരുക്കി പറഞ്ഞാൽ കൃത്യമായ വഴികൾ കാണിച്ചു തന്ന, വന്നതെവിടുന്ന് പോകുന്നതിനി എങ്ങോട്ട് എന്ന കൃത്യമായ വഴികളൊക്കെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നാം. മറ്റു മതങ്ങൾ അത്രേ അവകാശപ്പെടുന്നുള്ളൂ. നമ്മൾ കൃത്യമായ ഒരു ദർശനത്തിന്റെ, ഒരു സത്യത്തിന്റെ, ഒരു യാഥാർത്ഥ്യത്തിന്റെ ഉടമകളാണെന്ന തിരിച്ചറിവോടുകൂടി ഹക്ക് കഴിഞ്ഞാൽ പിന്നെയുള്ളതൊക്കെ വലാലാണ്. ഇത് കേവലമായ ചിന്തയുടെയോ അഭിപ്രായങ്ങളുടെയോ മേഖലയല്ല. നമ്മുടെ ജീവിതത്തിന്റെ, നമുക്ക് കടന്നു പോകേണ്ട വഴികളിലൂടെ ശാശ്വതമായ വിജയത്തിന്റെ യഥാർത്ഥമായ മാനമായതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു ബോധത്തോടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മതത്തിന്റെ സത്ത കൊണ്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിക്കുക, അല്ലാഹുവിലേക്ക് മുന്നിടുക. ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.